ഇന്ന് കോൺക്രീറ്റിന്റെ പണിയാ. വായിക്കോട്ട് എടുക്കാൻ മറന്നുപോയല്ല. പുതിയ വായിക്കോട്ട് പണിക്കല്ലേ? പുതിയത് വാങ്ങണ്ടപ്പോ നമുക്കൊന്ന് വാടക എടുത്താ പോരെ? അത് നഷ്ടല്ലേ മേശിരി? എന്ത് നഷ്ടപ്പോ? ആ വായിക്കോട്ട് ഞാൻ നിനക്ക് വാങ്ങിത്തരുന്നത് നീ കണ്ടോ? എന്നാ വാ പോവാ, നമുക്ക് പോവാല്ലേ? വാടകയ്ക്കും സാധനം എടുക്കാൻ ആരും വരുന്നില്ലല്ലോ മുതലാളി. ഏതെങ്കിലും പട്ടന്മാർ വരൂ. വായിക്കോട്ട് വേണമെന്നില്ല. വായിക്കോട്ട് വേണം. മറ്റേ നല്ലത് വേണം. സിമെന്റ് വെക്കാനാ, കച്ചവടം വേണ്ട. ഇത്രേ പൈസ പോയി നീ 30 റുപ്യ ഒരു ദിവസം. എടുക്കല്ല, ആധാർ വേണം. വായിക്കോട്ടിന് ആധാറാ? ആയിക്കോട്ടെ, ആധാറല്ല, നിന്റെ ആധാർ. കഴിഞ്ഞില്ലേ? വാടകയ്ക്കുള്ള വായിക്കോട്ടെ, അതിന്റെ വായൊന്നും കളയല്ല. വിലക്കോല് കിട്ടൂലേ അത്? അങ്ങനെയൊന്നും കളമ്പല്ല, ഇപ്പൊ ജീവിച്ച് പോയിക്കോട്ടല്ലേ? ആ നോക്കി. One week later. എടാ നീ അന്നത്തെ വായിക്കോട്ട് കൊണ്ട് കൊടുത്തിനോ? മേശിരി അത് കൊടുക്കാൻ മറന്നുപോയി മേശിരി. വെറുതെ അല്ല ഞാൻ നിന്നോട് പറഞ്ഞു വായിക്കോട്ടെ വാടകയ്ക്ക് എടുക്കാൻ. നിനക്ക് അത്രേ ഓർമ്മയുണ്ടാവും, അതെനക്കറിയാം. മേശിരി മറന്നുപോയി മേശിരി, എന്താ ചെയ്യാ? ആ അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, നമുക്ക് വാടകയ്ക്ക് എടുക്കാം വായിക്കോട്ടെ. നിങ്ങളെ കാത്തിക്കുന്നു. ഒരു വായിക്കോട്ട് കൊണ്ടുപോയിട്ട് എത്രയായി? എത്രയിന്റെ വാടക? എന്നാ പേര് ഇതിന്? സുമേഷിനാ ഇത്. 8 ദിവസമായി. 240 റുപ്യ. 240 റുപ്യ വായിക്കോട്ടിന്. ആകെ 150 റുപ്യ വായിക്കോട്ടിനുള്ളതല്ല. ഇത് എനക്ക് തരാൻ വേണ്ടിട്ടാ നിങ്ങൾ. അനക്കെന്റെ വാടക കിട്ടിയാ മതി. വായിക്കോട്ടെ നീ വേണ്ടി കേട്ടോ. വാടക ഇപ്പൊ എനിക്ക് മനസ്സിലായാടാ മേശരിന്റെ ബുദ്ധി. മേശിക്ക് ഭയങ്കര വായിക്കോട്ട് കിട്ടിയില്ലേ? അല്ലേ ഒട്ടിക്കുള്ളൂ. വായിക്കോട്ട് നമുക്ക് കിട്ടിയില്ലേ? ആയിക്കോട്ടെ, നമുക്ക് കിട്ടി. മലയാളി ഭയങ്കര ബുദ്ധിയാണല്ലേ?